നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിലായി നമ്മെ ഒരുപാട് സ്വാധീനിച്ചു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. നമ്മുടെ കുടുംബത്തിലുണ്ടാവും, നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഒരു യാത്രയിൽ പോലും ചിലപ്പോൾ ആരെങ്കിലും വന്നുപെട്ടിട്ടുണ്ടാവും. ഒരു തവണ മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവൂ, എങ്കിൽ പോലും ആ വ്യക്തി വളരെ നിർണായകമായ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുകയും ചെയ്യും, അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മിക്കവരുടെയും ഓർമ്മകൾ പോകുക നമ്മുടെ സ്കൂൾ പഠന കാലഘട്ടത്തിലേക്കാണ്. സ്കൂളിന് ശേഷവും കോളേജിലും മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ വിവിധ മേഖലകളിൽ ആളുകൾ പഠിക്കുന്നതിനായി പോകുന്നുണ്ട്. അവിടെയൊക്കെ അധ്യാപകരും ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണെന്ന് ചോദിക്കുമ്പോൾ മിക്കവരും ഓർമ്മിക്കുക നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയായിരിക്കും, അല്ലേ? എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. എൻ്റെ ഹൈസ്കൂൾ കാലത്ത് എന്നെ മലയാളം പഠിപ്പിച്ചിരുന്ന പുഷ്പവല്ലി ടീച്ചർ എൻ്റെ ജീവിതത്തിൽ നിത്യവസന്തമായി നിലനിൽക്കുന്നൊരു അധ്യാപികയാണ്. ഞാൻ പറയുകയാണെങ്കിൽ വിസ്മൃതിയുടെ തിരക്കൈകൾ പൂഴികോരിയിട്ട് മറച്ചു കളയാൻ എത്ര തന്നെ ശ്രമിച്ചാലും മങ്ങാതെ മായാതെ നിൽക്കുന്ന ഒരു റേഡിയന്റ് മെമ്മറി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അങ്ങനെ ഒരു മെമ്മറിയാണ് എന്നെ സംബന്ധിച്ച് പുഷ്പവല്ലി ടീച്ചർ. ഞാൻ കണ്ണൂർ നഗരത്തിൽ നിന്ന് വളരെയധികം ദൂരത്തിലുള്ള ഒരു കൂടാളി ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലം, അതായത് 6ാം തരം മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഗ്രാമത്തിലുള്ള ഒരു ചെറിയ സ്കൂള്, നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം വന്നുകൊണ്ടിരുന്ന ഒരു ചെറിയ സ്കൂളിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്ന ആ സ്കൂളിൻ്റെ ഒരു കോലാഹലത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് കണ്ണൂർ നഗരം വരെ, നഗരത്തിൽ നിന്ന് കൂടാളി ഹൈസ്കൂൾ വരെ 2 ബസ്സൊക്കെ മാറിക്കയറി പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. കൂടാളി ഹൈസ്കൂളിൽ 9ാം തരം ജെ ഡിവിഷനിൽ പഠിക്കുമ്പോഴാണ് പുഷ്പവല്ലി ടീച്ചർ എന്നെ മലയാളം പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് ഞാൻ ഓർക്കുന്നു, സുകുമാരൻ മാഷാണ്. കറുത്ത് കട്ടിക്കപ്പട മീശയൊക്കെ ഉള്ള ഒരു ഇരുനിറമുള്ള കുറുതായിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയായിരുന്നു. ആ ക്ലാസ്സിൽ കൂടാളിക്ക് അടുത്ത പ്രദേശമായിട്ടുള്ള പൂവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നൊരു സജീവൻ ഉണ്ടായിരുന്നു. സജീവൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ കിട്ടാത്ത ഒരു മെഡിസിൻ വാങ്ങിക്കുന്നതിന് വേണ്ടി, ഞാൻ നിത്യേന കണ്ണൂരിൽ നിന്ന് പോയി വരുന്ന ഒരാളാണല്ലോ, എന്നെ ഒരു 15 രൂപ ഏൽപ്പിച്ചു. ഒരു മെഡിസിൻ്റെ പ്രിസ്ക്രിപ്ഷൻ തന്നത് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അന്ന് എൻ്റെ പ്രായത്തിൻ്റെ ചാപല്യമോ അവിവേകമോ എന്താണെന്നറിയില്ല, ഞാൻ ആ പൈസ എടുത്ത് ചെലവഴിച്ചു. സത്യം പറഞ്ഞാൽ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള ഒരു രശ്മി ഹോട്ടൽ എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ബസ് ഇറങ്ങി കണ്ണൂർ ഇറങ്ങി അടുത്ത ബസ്സിന് പോകണമല്ലോ എനിക്ക്. അപ്പോൾ കണ്ണൂർ ഇറങ്ങി ബസ് ഇറങ്ങി നടക്കുമ്പോൾ ഈ രശ്മി ഹോട്ടലിൻ്റെ അകത്തുള്ള അതിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോഴുള്ളൊരു പലഹാരത്തിൻ്റെ ഒരു മണം എന്നെ ഒരുപാട് പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ 15 രൂപ കയ്യിൽ കിട്ടിയ ദിവസം ഞാൻ അവിടെ പോയി മസാല ദോശ കഴിച്ചു. 1 രൂപ 75 പൈസക്ക് അന്ന് മസാല ദോശ കിട്ടും. ആ മസാല ദോശയുടെ രുചി എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ, എൻ്റെ നാവിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ 1ാമത്തെ ദിവസമായി, ആദ്യത്തെ ദിവസം ഒരു ഒഴിവ് കഴിവ് പറഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വിചാരിക്കുന്നത് എവിടെയെങ്കിലും നിന്നൊക്കെ പൈസ എങ്ങനെയും കിട്ടാൻ മാർഗമൊന്നുമില്ല. പക്ഷേ അന്നത്തെ എനിക്കത് വിശദീകരിക്കാൻ വേണ്ടി അറിയാത്ത രീതിയിലുള്ളൊരു അവസ്ഥയുണ്ടത്. അപ്പം ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞു. 2ാമത്തെ ദിവസം ഞാൻ വിചാരിച്ചു, ഓക്കെ ഇനിയിപ്പോൾ 1 രൂപ 75 പൈസയിലെ ബാക്കി സംഘടിപ്പിക്കേണ്ടതുള്ളൂ, എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ 2ാമത്തെ ദിവസം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നടക്കുമ്പോൾ രശ്മി ഹോട്ടലിന് മുമ്പിൽ എത്തുമ്പോൾ വീണ്ടും എൻ്റെ പ്രലോഭനം പിടികൂടി. ചുരുക്കി പറഞ്ഞാൽ 15 രൂപ ഞാൻ നിർത്തും, മസാല ദോശ വാങ്ങിക്കഴിച്ചിട്ട് നിർത്തും. സജീവനോടും ഉത്തരം പറയും, ഓരോ ദിവസവും ഇന്ന് മറന്നുപോയി, സമയം കിട്ടിയില്ല, നാളെ എന്നൊക്കെ പറഞ്ഞ അവസാനം പിന്നീട് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതിയായി എനിക്ക്. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ സ്കൂളിൽ പോക്കണം നിർത്തി. എല്ലാ ദിവസവും രാവിലെ ബാഗും പുസ്തകങ്ങളൊക്കെ ആയിട്ട് കണ്ണൂർ നഗരത്തിൽ വരും. അന്ന് കണ്ണൂർ നഗരത്തിൽ മഹാത്മാ മന്ദിരത്തിൻ്റെ അകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ജവഹർ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ പോയിരിക്കും. വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ വരുന്നൊരു സ്ഥിതി. 10 ദിവസത്തോളം ഞാൻ സ്കൂളിൽ പോയില്ല. ഇത്രയും ദിവസം സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ സ്വാഭാവികമായി അന്വേഷണങ്ങളുണ്ടാവും. വീട്ടിൽ അന്വേഷിക്കും, ഇപ്പോൾ കുട്ടിക്ക് വല്ലത് പറ്റിയതാണോ, അസുഖമാണോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് വീട്ടിലിറങ്ങിയതിന് ശേഷമൊക്കെയുള്ള അതൊന്നും എനിക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പിന്നീടൊരു കുറ്റവാളിയെ ആനയിക്കപ്പെടുന്ന പോലെ എന്നെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ആരോടും മിണ്ടാതെ പരിഹാസകഥാർത്ഥമായി ക്ലാസ്സിലിരുന്നത്, ഒറ്റപ്പെടലുണ്ട്, നനലിൽ ബന്ധുരുകിയത് ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ എൻ്റെ ഓർമ്മകളിലുണ്ട്. മലയാളം പീരീഡായപ്പോൾ പുഷ്പവല്ലി ടീച്ചർ വന്നു. ടീച്ചറുടെ ക്ലാസ്സിൽ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. മലയാളത്തിൽ പണ്ട് മുതൽ നല്ല ഇഷ്ടവും താല്പര്യമുള്ള ആളായിരുന്നു. ടീച്ചർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. ടീച്ചർ എന്നെ വിളിച്ചു, അരികിൽ ചേർത്ത് നിർത്തിയിട്ട്, എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത് ഒരു ചോദ്യം. 50 വർഷക്കാലത്തിനിടയിലുള്ള എൻ്റെ ജീവിതത്തിൽ ആ ദിവസത്തിന് മുൻപും അതിനുശേഷവും ഇത്രയും മനോഹരമായ മറ്റൊന്നും എൻ്റെ കാതുകളിൽ വന്ന് പതിഞ്ഞിട്ടില്ല. വിമ്മിഷ്ടങ്ങൾ ഒക്കെ
ഉരുൾപൊട്ടി ഒലിച്ച് ഞാനപ്പോൾ കരയുകയായിരുന്നു എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഈ ഭൂമി ഒന്നാകെ പിളർന്ന് ഒന്ന് അതിനടിയിലേക്ക് ഞാൻ താഴ്ന്നു പോയിരുന്നെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ച് പേടിച്ച് വിറച്ചു കൊണ്ടുവന്നിരുന്ന എനിക്ക് പുഷ്പവല്ലി ടീച്ചർ തന്നൊരു പരിഗണനയുണ്ട്. 38 വർഷങ്ങൾക്കിപ്പുറത്തും ആ വാത്സല്യത്തിന്റെ അനുകമ്പയുടെ ആശ്ലേഷം കനൽനാളങ്ങളിൽ വെന്ത് പൊള്ളി നിന്നിരുന്ന 13-കാരന്റെ ഹൃദയത്തിലുണ്ട്. ടീച്ചറിന്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ചോദിച്ചാല്, ആ ദിവസം മുതലാണ് അനുകമ്പയും പരിഗണനയും എൻ്റെ ജീവിതത്തിന്റെ കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് സ്കൂളിൽ തന്നെ പോയിട്ട് ഞാൻ ടീച്ചറിനെ പലതവണ കണ്ടിട്ടുണ്ട്. ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ ആ ക്ലാസ്സിന്റെ പുറത്ത് പോയി ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എല്ലാ കുട്ടികൾക്കും പരിചയപ്പെടുത്തും. ഈ വന്നന്വേഷിക്കലാണ് എൻ്റെ സമ്പത്ത് എന്ന് പറയും. വിരമിച്ച് വിശ്രമ ജീവിതം നയിച്ചതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്, എൻ്റെ മക്കളെയൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ പുഷ്പവല്ലി ടീച്ചറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു ഓർമ്മ എന്നെ ഭയങ്കരമായി പ്രയാസപ്പെടുത്തും. അത് ആ അനുഭവം എനിക്ക് ഒരിക്കലും, അതായത് എൻ്റെ മരണം വരെ ഞാൻ മറക്കാത്തൊരു മുഖം ഉണ്ടെങ്കിൽ അന്ന് ബന്ധു വിറങ്ങലിച്ച് നിന്നിരുന്ന 13-കാരനും പുഷ്പവല്ലി ടീച്ചറോ എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല.